മൂന്നാമത്തെ ഇരയെ അദ്ദേഹം ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചപ്പോൾ വടകരയിലുള്ള ഒരു ഫ്ലാറ്റിൻ്റെ കാര്യവും വെളിപ്പെട്ടിട്ടുണ്ട്. അതാരുടേതാണ്? അത് ഈ നാടിന് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ചെയ്തികൾ കോൺഗ്രസ്സിലെ ഒരു ജീർണതയാണ് വെളിപ്പെടുന്നത്. മൂന്നാമത്തെ ഇര പോലീസിന് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോഴുള്ള കേസുണ്ടായതും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. രാഹുലിൻ്റെ പേരിൽ നടപടിയെടുത്തു എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ആ നടപടി സാങ്കേതികം മാത്രമായിരുന്നു. നടപടിക്കാലത്ത് അദ്ദേഹത്തിന്മേൽ നടപടിയെടുത്തതായ ഒരു കാര്യവും ഉണ്ടായില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. UDFിലും വിവിധ സ്റ്റേജുകളിൽ അദ്ദേഹം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പാലക്കാട് അദ്ദേഹം പോയപ്പോൾ ബൊക്ക നൽകി സ്വീകരിച്ചാനയിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ 2022 കോൺഗ്രസ് നേതൃത്വത്തിന് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പരാതി ലൈംഗിക പീഡനം നടത്തുകയും പെൺകുട്ടികളെ വശീകരിച്ച് ബലാത്സംഗം ചെയ്യുകയും ഗർഭഛിദ്രം നടത്തുകയും ചെയ്തു എന്നുള്ള പരാതി ലഭിച്ചിട്ടും എന്തിനാണ് ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം അദ്ദേഹത്തെ സംരക്ഷിച്ചത്? ഈ ചോദ്യത്തിന് യുക്തിഭദ്രമായ മറുപടി കോൺഗ്രസ്സിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, മൂന്നാമത്തെ ഇരയെ അദ്ദേഹം ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചപ്പോൾ വടകരയിലുള്ള ഒരു ഫ്ലാറ്റിൻ്റെ കാര്യവും വെളിപ്പെട്ടിട്ടുണ്ട്. അതാരുടേതാണ്? അത് ഈ നാടിന് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. നേരത്തെ പാലക്കാടായിരുന്നു കേന്ദ്രം. അതിനു പുറമെ വിവിധ സ്ഥലങ്ങളിലും പെൺകുട്ടികളെ വലവീശി പിടിച്ച് കൊണ്ടുപോകുന്ന നിലയുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും സാധാരണ കേരളീയ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ നിന്നും ഒരു MLAയിൽ നിന്നും ഒരു ജനപ്രതിയിൽ നിന്നും ഉണ്ടാവാത്ത വിധമുള്ള സ്ഥിരം ലൈംഗിക കുറ്റവാളിയുടേതാണ് രാഹുലിൻ്റേത് എന്നാണ് മൂന്നാമത്തെ ഇരയുടെ പീഡനക്കഥകൾ വ്യക്തമാക്കപ്പെടുന്നത്. ഇനിയും ചിലത് വരാനുണ്ട് എന്നത് പല രീതിയിലും പുറത്തു വന്ന വിവരങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ ജീർണ മുഖമാണ് വ്യക്തമാവുന്നത്.